അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലും മെഹനാസ് എങ്ങനെയായിരുന്നു? കുഞ്ഞിനൊന്നും ഓൻ അങ്ങനെ നോക്കലൊന്നുമില്ല. വീട്ടിലായ സമയത്തും എന്താ പറയുക, ഓന് ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞെടുത്തേക്ക് പോയാലൊക്കെ ഓന് ദേഷ്യമായിരുന്നു. ഓനങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല കുഞ്ഞിനൊന്നും. മേനാസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അത് ഞങ്ങൾക്കറിയാം അങ്ങനെയാണ്. പിന്നെ ഈ വീഡിയോസും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അതിപ്പോൾ ഒരു വരുമാനത്തിൻ്റെതായത് കൊണ്ട് അങ്ങനെ ചെയ്യല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മോള് നിന്ന് കൊടുത്തില്ല, ഓളോട് ദേഷ്യം പിടിക്കുകയും തക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഓള് നിന്ന് കൊടുക്കും. ഓന് ആ വരുമാനമല്ലേ ഉള്ളൂ, ഓന് വേറെ എന്ത് വരുമാനമുള്ളത്? ആ ഇതല്ലേ ഇതാക്കുന്നത്. റിഫയുടെ ഉമ്മയുണ്ടെങ്കിൽ മെഹ്നുവിനെ കുറിച്ച് ആ ഒരു ഇൻസിഡൻ്റൊക്കെ നടന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുന്നത്. അതിൻ്റെ വോയിസ് ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം സഫ ഉണ്ടെങ്കിൽ മെഹ്നുവിനെ കളഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ പോയി എന്നുള്ള രീതിയിൽ മെഹ്നു തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതേ കണക്കുള്ള ഓഡിയോസൊക്കെ ഇപ്പം പിന്നെയും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ പറഞ്ഞതല്ലേ റിഫയുടെ അമ്മ ഇതേ കണക്ക് അവന് പണിക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല, അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന കണക്കൊന്നുമല്ല യഥാർത്ഥത്തിൽ മെഹ്നു, ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടായിരിക്കാം സഫ മെഹ്നുവിനെ ഇട്ടിട്ട് പോയേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് സംസാരിക്കുന്നത്.